ഈശോയിലെ പ്രിയമുള്ളവരെ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലോ സെൽഫ് എസ്റ്റീം ആണ്. അതായത് നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് യാതൊരു വിലയും തോന്നില്ല, നമ്മൾ വർത്ത്ലെസ് ആണ്, നമ്മൾ ഒന്നിനും കൊള്ളൂല്ല എന്നൊരു തോട്ടിലേക്ക് ഇവർ നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ തകരും, ആത്മവിശ്വാസമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടായിരിക്കും. നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ മൂലം നമ്മുടെ മനസ്സ് വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് മാരകമായ രീതിയിൽ നിങ്ങളെ സെൽഫ് ഡൗട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇനി ഒരു പുഷ് ഇല്ലാതെ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള കുറേ വാക്കുകളും അവരുടെ ആക്ഷനും മൂലം സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല, കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്ന പോലെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം മനസ്സിലുണ്ടായിരിക്കും. കാരണം ഈ നാർസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഫിയർ ആണ്. അപ്പം നമുക്ക് എപ്പോഴും പേടിയാണ്, ഇനി അടുത്തത് എന്താ ഉണ്ടാവുക, എന്താണ് അടുത്ത എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ പോവുക, എന്താണ് അടുത്ത എന്നെക്കുറിച്ച് മോശമായിട്ട് എന്താ പറയാൻ പോവുക എന്നൊരു പേടിയിലാണ് നമ്മൾ നിൽക്കുക. സോ ഈ പേടി നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ നമ്മൾ പേഴ്സണൽ ലൈഫ് ജീവിക്കുന്ന സമയത്തും നിങ്ങളൊരു ജോലിക്ക് പോകുന്ന സമയത്തും നിങ്ങളൊരു സൊസൈറ്റിയിൽ ഇടപെടുന്ന സമയത്തും ഈ ഒരു ഭയം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അതായത് ഇനിയിപ്പം എന്തോ ഉണ്ടാവുക, അടുത്തത് ഇനിയിപ്പോൾ എന്തോ ഉണ്ടാവുക, ഇത് ശരിയായില്ലെങ്കിൽ എന്നെ വഴക്ക് പറയുമോ, ഞാനിപ്പോൾ ഒരു ജോലിയിലത്തെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുമോ, ഇനി എത്ര നാൾ ഞാൻ ഇതിൻ്റെ പേരിൽ അനുഭവിക്കണം. അതായത് NPD ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ഒരു മിസ്റ്റേക്കിനെ തന്നെ നിരന്തരമായിട്ട് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ആത്മവിശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഒരാളായി മാറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരൊരു ചെറിയ മിസ്റ്റേക്ക് പോലും വിടാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാണ്. അവർ വളരെ എംപത്തി ഇല്ലാത്ത മനുഷ്യരാണ്. അവർക്ക് വിട്ടുകളയാൻ സാധിക്കത്തില്ല, അവർക്ക് മറന്നു കളയാൻ സാധിക്കത്തില്ല. സാരമല്ല പോട്ടെ എന്നുള്ളൊരു കരുണ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുകയാണ് ലോകത്ത് ആരും നമ്മളോട് കരുണ കാണിക്കാൻ പോകുന്നില്ല, ലോകത്ത് എല്ലാവരും നമ്മളവിടെ ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക. ആളുകളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് ഈ NPD ഉള്ള അബ്യൂസ് നിങ്ങൾ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിനെ ക്രമീകരിച്ചിട്ടുണ്ടാവും. അതായത് NPD ഉള്ള ആളുകൾക്ക് എപ്പോഴും നമ്മൾക്ക് മറ്റൊരു ലോകം ഉണ്ടാവാൻ പാടില്ല. അതായത് അവരുടെ വിക്ടിംസിന്, അത് ഇപ്പോൾ ഞാനൊരു NPD ഉള്ള ആളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അയാൾ വിചാരിക്കുന്നത് അയാളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറണമെന്നാണ് ആയിരിക്കും. എനിക്ക് എൻ്റേതായിട്ടൊരു ലോകം ഉണ്ടാകുന്നത് തന്നെ അയാൾ തടയും. കാരണം അയാൾക്ക് വേണ്ടത് അയാളെ വർഷിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോകം ഉണ്ടാവാൻ അനുവദിക്കത്തില്ല. നമ്മൾ ആത്മവിശ്വാസം കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ ഒന്നും ആൾ പ്രോത്സാഹിപ്പിക്കില്ല. അതിന് നിരന്തരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സോ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ 1000 കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങളെ തളർത്താൻ വേണ്ടി അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ലത് പറയുകയൊക്കെ ഇയാൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അകത്ത് ഞാൻ കാണുന്ന വ്യക്തി മറ്റൊന്നാണ്, പുറത്ത് ഞാൻ കാണുന്ന വ്യക്തി മറ്റൊന്നാണ്. സോ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ തന്നെ നമ്മളെന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, എങ്ങനെയൊക്കെ ജീവിച്ചാൽ പോയാൽ മതി എന്നുള്ളൊരു നരകയാതനയാണ് ഈ NPD ഉള്ള മനുഷ്യന്മാർ നമുക്ക് തരാൻ പോകുന്നത്. സഭയും മത നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ അഡ്രസ്സ് ചെയ്യണം. എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. കാരണം വലിയ വലിയ സുവിശേഷം പറയുന്ന ഒരുപാട് കേൾവിക്കാരുള്ള പുരോഹിതന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മാനസികാരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ നാളായി ചാനലിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സഭയുടെ പല ഭാഗത്തു നിന്ന് വലിയ വലിയ എൻ്റെ വീഡിയോ ഒക്കെ ആരാണ് കാണുന്നത്, 100 പേരെങ്കിലും കാണുമായിരിക്കും. പക്ഷേ ചില അച്ഛന്മാരുടെയൊക്കെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നതാണ്. സോ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യത്തിലേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. അത് ദൈവം ഇടപെടുന്നുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ ഈ NPD ഉള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്നേഹം കിട്ടില്ല, കരുതൽ കിട്ടില്ല, കൺസേൺ കിട്ടില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു മല എടുത്ത് കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കൊണ്ട് വെച്ചാൽ അവർ പറയും ഇതൊക്കെ ഇതൊന്നും ഒന്നുമില്ല, ഇതൊക്കെ സിമ്പിൾ അല്ല, ഇതൊക്കെ നിനക്ക് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവർ പറയാം. അതായത് നിങ്ങൾ ഇപ്പം നല്ലത് പറയും, ഇപ്പം അവർ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യും, ഇപ്പം നിങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ചു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അവർ നിങ്ങളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവരുടെ വാല്യൂ കുറയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് നിന്ന് എപ്പോഴും അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നാലോ, നിങ്ങളൊരു വലിയ ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ. സോ കംപ്ലീറ്റ്ലി ഇത്തരം മനുഷ്യരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ദൈവം പോലും നിങ്ങളോട് പറയുക. നിങ്ങളിവിടെ പോയിട്ട് കരുണ കൊണ്ട് വീണ്ടെടുക്കാം എന്നൊന്നും വിചാരിക്കരുത്. നമുക്കിവരെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇവർ നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാം കേട്ടോ, അത്ഭുതങ്ങൾ നടക്കാം. ഭയങ്കരമായിട്ട് എന്തെങ്കിലും അത്ഭുതം നടന്ന് ഇവർക്കൊരു തിരിച്ചറിവുണ്ടാകും. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്.
അവരുടെ മക്കളെ പോലും ചിലപ്പോൾ അവർ സ്നേഹിക്കുന്നുണ്ടാവില്ല. അയാളെ കഴിഞ്ഞിട്ടാണ് അയാൾ വേറെ ആരും കൺസിഡർ ചെയ്യില്ല. സോ മക്കളെ പോലും കൺസിഡർ ചെയ്യാത്ത ഒരു ആളായിരിക്കാം അവർ. അവരുടെ മറ്റൊന്നിനു വേണ്ടിയും തൻ്റെ ഈഗോ താഴ്ത്താത്തവരാണ് അത്തരം പേഴ്സണാലിറ്റി ഉള്ളവർ. സോ അവരെ നമ്മൾ സ്നേഹിച്ച് പിന്നാലെ പോകും തോറും അവരതിനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു വിക്റ്റിമായിട്ട് തുടരാൻ പ്രേരിപ്പിക്കും എന്നതല്ലാതെ അവർക്കൊരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും എൻ പി ഡി ഉള്ളവരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ചിലതൊക്കെ അതിൻ്റെ ചായ തോന്നുമെങ്കിലും എല്ലാവരും എൻ പി ഡി ഉള്ളവരൊന്നും അല്ല. അത് കൃത്യമായിട്ട് ആ വിക്റ്റിംസിനുണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു എൻ പി ഡി ഉള്ള ആളാണെന്ന് പറയും. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാം? ആ വ്യക്തി പറയുന്നതല്ല നിങ്ങൾ ആരാണ്? പേഴ്സണലായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണ് ദൈവമേ? ഞാൻ വിലയേറിയ ഒരു സൃഷ്ടിയാണ്. എൻ്റെ സെൽഫ് വെർത്ത് എന്ന് പറയുന്നത് മറ്റൊരാളല്ല എൻ്റെ പ്രൈസ് ടാഗ് നിശ്ചയിക്കേണ്ടത്. എന്നെ ക്രിയേറ്റ് ചെയ്തവനാണ്, എൻ്റെ ദൈവമാണ്. സോ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ വാലിഡേഷന് വേണ്ടി നിങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് ഓരോ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, കഴിവുകളുണ്ട്, ശേഷികളുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. അത് മറ്റേ ആളില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അത് നിങ്ങളെ ചെവിയിലെടുക്കാൻ പാടില്ല. ദൈവം പറഞ്ഞിട്ടുള്ള എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇത്തരം മനുഷ്യന്മാരെ നിങ്ങളുടെ മൈൻഡിൽ കയറ്റി വയ്ക്കരുത്. നിങ്ങളെ അവർ മൈൻഡിൽ നിന്നും നിങ്ങളെ ഇറക്കി പുറത്ത് നിർത്താൻ പാടുള്ളൂ. നിങ്ങൾ ഇത്തരം ആളുകളെ മനസ്സിലേക്ക് എടുത്താൽ 24 മണിക്കൂർ 365 ദിവസവും നിങ്ങൾ ദുഃഖത്തിലായിരിക്കും. നിങ്ങളെ യാതൊരു തരത്തിലും സന്തോഷിക്കാൻ അനുവദിക്കത്തില്ല ഈ മനുഷ്യർ. ഇവർ നമ്മുടെ കൂടെ ഉണ്ടായാലും നമ്മളെ ഇവർ സന്തോഷിക്കാൻ അനുവദിക്കത്തില്ല. ഇവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇവർ നമ്മളെ സന്തോഷിക്കാൻ അനുവദിക്കത്തില്ല. കാരണം നമ്മളെ ഒരു ദുഃഖത്തിലാക്കിയിട്ടായിരിക്കും ഇവർ നമ്മളിൽ നിന്ന് ഫിസിക്കലാണെങ്കിലും 2 ദിവസത്തേക്ക് മാറി നിൽക്കുന്നത്. നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു എന്ന് ഇവർ ഉള്ളിൽ ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഒരു ഉള്ളിൽ ഹാപ്പി ആകുന്നത്. നിങ്ങളൊരു കാര്യം അറിയോ? എനിക്കൊരു ആത്മവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ഞാനൊരു നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. എൻ്റെ ഉള്ളിൽ സന്തോഷം വേണം. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും ടോർച്ചർ ചെയ്ത് അയാളെ ദുഃഖത്തിലായിരിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും സന്തോഷിക്കാൻ പോണില്ല. അയാൾ എപ്പോഴും ദുഃഖിച്ച് തന്നെ ഇരിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ കയ്യിലാണ് അയാളുടെ ലൈഫിൻ്റെ കൺട്രോൾ. നിങ്ങൾ ദുഃഖം തരുന്നത് പിശാചാണ്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വാടി തളർന്നിരിക്കുവാണ്. അപ്പോൾ മറ്റേ ആൾ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ നിങ്ങളെ അടുത്തുണ്ടെങ്കിലും അടുത്തില്ലെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്താലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമിത ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നവരാണ് ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യർ. ഇതിനൊരു പൈശാചിക തലം എന്ന് പറഞ്ഞാൽ ഇത് തലമുറയായിട്ട് ഒരു കുടുംബത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചാണ്. ഈ എൻ പി ഡി ഉള്ള ആളുകളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു കെട്ട് ഈ എൻ പി ഡി ഉള്ള ആളുകൾക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവരുടെ അപ്പൻ എൻ പി ഡി ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എൻ പി ഡി ഉണ്ടാവും, അവരുടെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ എൻ പി ഡി ഉള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പം ഇയാൾക്കും എൻ പി ഡി ഉണ്ടാവുകയാണ്. ഇനി അടുത്ത തലമുറയിലേക്ക് ഇത് പോകാൻ പാടില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയായ ഒരു ഭാര്യയാണെങ്കിലും നിങ്ങളൊരു അതാണെങ്കിലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ജനറ്റിക്കലായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിന് അതിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ എൻ പി ഡി ഉള്ള ഒരു അപ്പന് എൻ പി ഡി ഉള്ള ഒരു മകൾ തന്നെ മകന് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവിടെ ഇത് തിരിച്ചറിയുന്ന ഒരു അമ്മയോ ഒരു അപ്പനോ വേറെ ഉണ്ടല്ലോ, അവർക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങളവരെ പ്രാർത്ഥിച്ചും കരുണ കാണിച്ചും തിരുത്താനായിട്ട് ശ്രമിക്കും. നിങ്ങൾ മാറി നിന്ന് പ്രാർത്ഥിച്ചോ ഇല്ല വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആകുമെന്നുള്ളത് കൊണ്ട് ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. അതായത് നിങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. നിങ്ങൾ അവരെ ഒരു വാക്ക് പറഞ്ഞ് പ്രകോപിപ്പിക്കുകയാണ്. അവർ ജയിക്കാൻ വേണ്ടി എന്തും പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, 100% നിങ്ങൾ പറയുന്ന കാര്യമാണ് ശരിയെങ്കിലും നിങ്ങളെ അത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് വരും. നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തും. നിങ്ങളെ എങ്ങനെ മാനസികമായിട്ട് തകർക്കാം എന്നാണ് ഇത്തരം ആളുകൾ, അവരുടെ മനസ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഹിറ്റ്ലറിൻ്റെ നയമാണ് അവർക്ക്. ഹിറ്റ്ലറിനെ പോലെയാണ്, ഒരു കരുണയും അവർക്കില്ല. സോ അവർക്ക് എങ്ങനെയും ജയിക്കണം. അപ്പോൾ അത് നിങ്ങൾക്കതൊക്കെ താങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഇവരുമായിട്ട് ഒരു ആർഗ്യുമെൻറ്റിന് പോകുമ്പോൾ അവരിപ്പോൾ പറയുവാണ്, ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എന്നോട് പറയുവാണ് നിൻ്റെ സ്വഭാവം ശരിയല്ല, നിനക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ അത് കേൾക്കുമ്പോഴേക്കും മാനസികമായിട്ട് തളർന്ന് ഇനി ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന മാനസിക ബലമേ നിങ്ങൾക്കുള്ളുവെങ്കിൽ നിങ്ങൾ ആർഗ്യുമെൻറ്റുകൾക്ക് പോകരുത്. അല്ലെങ്കിലും ആർഗ്യുമെൻറ്റുകൾക്ക് പോകരുത്. കാരണം ഇവർക്ക് കരുണയില്ലാത്തത് കൊണ്ട് ഇവർ ജയിക്കാൻ വേണ്ടി എന്തും പറയും. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. മിക്കപ്പോഴും എൻ പി ഡി ഉള്ള ആളുകളുടെ വിക്ടിംസ്, അതായത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ എൻ പി ഡി ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ വിക്ടിംസ് ഒരു ഗിവർ ആയിരിക്കും. സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, സ്നേഹം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, ഭയങ്കര കരുണയും എമ്പത്തിയും സെൻസിറ്റീവും ഒക്കെ ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ വിക്ടിംസ് ആക്കുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ
തന്നെ അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെയാണ് ഇവർ ഉള്ളിലേക്ക് കൊണ്ടുവരിക. സോ ഇത്തരം മേഖലകളിൽ ദാമ്പത്യത്തിൽ എന്തുമാത്രം ക്രൂരത ഇവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സഭ ഇടപെട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരാളോട് പറയുവാണ്. ഇനി ഇതിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. എൻ്റെ വിശുദ്ധീകരണമാണ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ കണ്ടിന്യൂവസ് മെൻ്റൽ ടോർച്ചർ ഒരു വ്യക്തി അനുഭവിച്ചാൽ അവരുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാനും അവർക്കൊരു സ്ട്രോക്ക് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെർവ് റിലേറ്റ് ചെയ്ത ആ രോഗാവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാതെയും സമാധാനം അനുഭവിക്കാതെയും ഒരു ആയുസ് മുഴുവൻ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നതിനകത്ത് കർത്താവിൻ്റെ കരുണ, അങ്ങനെ കർത്താവ് പറഞ്ഞാൽ എന്തൊരു കരുണയില്ലാത്ത കർത്താവായിരിക്കും അല്ലേ അത്. കാരണം ഭൂമിയിൽ നിങ്ങൾക്ക് ഓരോ അവസരമല്ലേ തന്നുള്ളൂ. ഒരു 20 വർഷം നിങ്ങളിത് സഫർ ചെയ്തു, ഓക്കെ, ഒരു 15 വർഷം, ഒരു 18 വർഷം, പക്ഷെ എന്നാലും മരണം വരെയും ഇതേ ടോർച്ചർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇവർക്കൊരു മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു 98% പോസിബിലിറ്റി ഇല്ലാത്തൊരു സംഗതിയാണ്. ഇവരൊരിക്കലും ഒരു തെറാപ്പിക്ക് വരില്ല, ഇവരൊരു കൗൺസിലിങ്ങിന് പോവില്ല, ഇവരൊരു ധ്യാനം കൂടാൻ പോവില്ല, ഇവർക്ക് ഓപ്പൺ അപ്പ് ആവേണ്ട ഒരു സിറ്റുവേഷനിലേക്കും പോവില്ല. ഇനി അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ആരുടെയും പറയുവാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ആണ് എല്ലാ കുഴപ്പവും അവർ നിരന്തരം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പിന്നെയും ഈ കെട്ടിൽ നിന്ന് കടുങ്കെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. സോ ഇഗ്നോർ ദം. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം. നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റണുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്, അതായത് ഇവർ പറയുന്ന കാര്യങ്ങളല്ല, ഇത് ഞാനല്ല, ഇയാൾ പറയണതൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല, ഇയാളല്ല, ഇയാൾ ദൈവമൊന്നും അല്ല. നമ്മൾ ആദ്യമേ ഇവരെ ഭയങ്കര ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ടാവും. കാരണം നമ്മൾ എമ്പത്തായതുകൊണ്ട് നമ്മളെ കുറച്ച് നമ്മുടെ ദൈവം തന്ന ഒരാളല്ലേ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇവരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവും. സോ ഇതൊക്കെ നിങ്ങളെ ബാധിക്കും. സോ ഇറ്റ്സ് യുവർ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ചോയ്സ് നിങ്ങളുടെയാണ്. ഇത് നിങ്ങളാണ് ഇതിൻ്റെ വിക്റ്റിം ആവുന്നതും നിങ്ങളിത് അനുഭവിക്കുന്നതും. സോ മറ്റുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്, മറ്റുള്ളവർ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അമിത ദുഃഖത്തിലും ആത്മവിശ്വാസം തകർക്കപ്പെടുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ പിടിച്ചു നിർത്തുന്നതും ഇങ്ങനെ പല സ്ട്രഗിളുകൾ എനിക്കുള്ളത് കൊണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. മറ്റുള്ളവർ ഇതിൽ കാഴ്ചക്കാർ മാത്രമാണ്. അതുമാത്രമല്ല NPD ഉള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ള ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തന്നെ ഇടപെട്ട് ഇയാൾക്ക് ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളുണ്ട് എന്ന് മറ്റുള്ള മനുഷ്യന്മാരെ ബോധിപ്പിക്കണം. കാരണം നമ്മൾ പറഞ്ഞ ഇവരാരും വിശ്വസിക്കില്ല. കാരണം പുറമെ ഇവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, ഫേക്കായിട്ട് ജീവിക്കും. സോ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കുറേ നാൾ NPD ഉള്ള ആളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് പതുക്കെ ഞാനും ഒരു നാർസിസ്റ്റിക് ആയി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഭയം തോന്നാൻ തുടങ്ങി. കാരണം ഇയാൾ നമ്മളെ ക്രൂവലാവുന്നത് കൊണ്ട്, നമ്മുടെ ഒരു ചെറിയ തെറ്റ് പോലും വിടാത്തത് കൊണ്ട് പതുക്കെ നമ്മൾ ഈ പാറ്റേണിനെ അഡോപ്റ്റ് ചെയ്യണം. അയാളുടെ ഒരു തെറ്റ് നമ്മൾ വിടാൻ പോകുന്നില്ല, അയാളെ നമ്മളിങ്ങനെ അങ്ങനെ തന്നെ പറയാൻ പോവാം. പതുക്കെ നമ്മുടെ ഉള്ളിലെ കരുണയും കൺസേണും എമ്പത്തിയും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മളൊരു നശിച്ച ആത്മാവായിട്ട് മാറാൻ തുടങ്ങുവാണ്. അത്രയൊന്നും നിങ്ങൾ എവിടെ നിൽക്കരുത്. നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടിടത്ത് നിന്ന് ഇറങ്ങിപ്പോവുക, വിടുവിക്കേണ്ട, അതായത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡിവോഴ്സ് റിലേഷൻഷിപ്പുകളിൽ. പക്ഷേ നിങ്ങൾ മെൻ്റലി ആ വ്യക്തിയോട് കൂടെ അല്ലാതിരിക്കുക. എല്ലാവരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്നേഹത്തോടു കൂടെ ആയിരിക്കണം, അവരെപ്പോഴും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കണം. അതൊക്കെ ഒരു തിയറിയാണ്. അതൊന്നും പലരുടെയും ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യം ഒന്നും വിധിച്ചിട്ടില്ല, അത് നടക്കുന്നില്ല. പല പ്രശ്നങ്ങൾ നിറഞ്ഞ് തന്നെയായിരിക്കും ദാമ്പത്യം ഉണ്ടാവുക. സോ ഒരു പെർഫെക്റ്റ് കപ്പിൾ ആയിരിക്കണം, ഒരു പെർഫെക്റ്റ് ഫാമിലി ആയിരിക്കണം നമ്മുടെ നിന്ന് വാശി പിടിക്കേണ്ട. ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ നിങ്ങളെ മാനസികമായിട്ട് പറ്റുന്നില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന ഡിസിഷനുകൾ എടുത്ത് നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ ഈ ടോർച്ചറിങ് ഒക്കെ ദൈവം കാണുന്നുണ്ട്. ദൈവം ഒരുപാട് അവസരങ്ങൾ മറ്റാൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിന് നിങ്ങൾ മനസ്സിലാവും. മറ്റുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. അവർ കുറ്റപ്പെടുത്തും, അവർ കളിയാക്കും, അല്ലെങ്കിൽ അത് നിനക്കാണ് അഹങ്കാരമാണ്, നിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളാണ് അനുഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു, നിങ്ങളുടെ മനസ്സമാധാനം കിട്ടുന്ന ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.